ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റീവ് ക്രാക്കർ. ഞാൻ മനു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ സെറ്റ് എക്സാം കഴിഞ്ഞ് നല്ല റെഡി ആയിട്ടിരിക്കുകയാണല്ലേ അടുത്ത സെറ്റ് എക്സാമിന് വേണ്ടി. അപ്പോൾ എല്ലാവർക്കും സെറ്റ് എക്സാം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ കേട്ടത് അറിവ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സെറ്റ് മാത്സിൽ നോക്കുകയാണെങ്കിൽ മാത്സ് അഡ്ജസ്റ്റ് എല്ലാവർക്കും എഴുതാൻ പറ്റി. പക്ഷെ ജനറൽ പേപ്പർ കുറച്ച് ടഫായിരുന്നു എന്ന ഒരു അറിവാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഈ കഴിഞ്ഞ സെറ്റ് എക്സാം മാത്സിൽ എന്തൊക്കെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തതുപോലെ വന്നു, എന്തൊക്കെ പ്രെഡിക്റ്റ് ചെയ്തതുപോലെ വന്നില്ല എന്ന കുറേ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. കേട്ടല്ലോ? അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളും കാണുക. ഇത് വെച്ച് നിങ്ങൾക്ക് അടുത്ത സെറ്റ് എക്സാമിൻ്റെ ഒരു പാറ്റേൺ ഏകദേശം പ്രെഡിക്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ പറ്റും. കേട്ടല്ലോ? അപ്പോൾ ഈ കഴിഞ്ഞ സെറ്റ് എക്സാം ഓഫ് കോഴ്സ് നമ്മുടെ കുറച്ച് പ്രൊഡിക്ഷൻസ് ഒക്കെ മാറ്റി വരച്ചതാണ്. എന്താണ് നമ്മൾ പൊതുവേ വിചാരിച്ചത് ഫസ്റ്റ് യൂണിറ്റിൽ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, സെക്കൻഡ് യൂണിറ്റിൽ നിന്ന് അത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടാകില്ല എന്നൊരു പ്രൊഡിക്ഷൻ വെച്ചാണ് പോയത്. ഫസ്റ്റ് യൂണിറ്റ് അറിയാലോ, സെറ്റ്, റിലേഷൻ, ഫംഗ്ഷനുകാർ ഒരുപാട് ടോപ്പിക്സ് അറിയാം. ഇത് വലിയ യൂണിറ്റായിരുന്നു ഫസ്റ്റ് യൂണിറ്റ്. പൊതുവേ അതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടുതൽ ചോദിക്കാറുണ്ട്. ഏകദേശം 15ഓളം ക്വസ്റ്റ്യൻസ് എവിടെ നിന്ന് ചോദിക്കാറുണ്ട്? ഫസ്റ്റ് യൂണിറ്റ് ചോദിക്കാറുണ്ട്. പക്ഷേ ഇത്തവണ 15 ക്വസ്റ്റ്യൻ ചോദിച്ചില്ല. ഏകദേശം 11 ക്വസ്റ്റ്യൻ കണ്ട എവിടെ നിന്ന് ചോദിച്ചോളൂ? ഫസ്റ്റ് യൂണിറ്റ് ഇത് ചോദിച്ചോളൂ. മറിച്ച് സെക്കൻഡ് യൂണിറ്റ് നോക്കിയേ, സെക്കൻഡ് യൂണിറ്റിൽ നിന്ന് 20% ചോദ്യങ്ങളാണ് സെക്കൻഡ് യൂണിറ്റിൽ നിന്ന് മാത്രം വന്നത്. ഫസ്റ്റ് യൂണിറ്റിൽ നിന്ന് 15% വന്നപ്പോൾ സെക്കൻഡ് യൂണിറ്റിൽ നിന്ന് 20% ചോദിച്ചു. തേർഡ് യൂണിറ്റിൽ നിന്ന് ഏകദേശം 19% ചോദിച്ചു. തേർഡ് യൂണിറ്റ് അല്ല, ഫോർത്ത് യൂണിറ്റിൽ നിന്ന് ഏകദേശം 19% ചോദിച്ചു. തേർഡ് യൂണിറ്റിൽ നിന്ന് 16%, ഫിഫ്ത്ത് യൂണിറ്റിൽ നിന്ന് 16% ചോദിച്ചപ്പോൾ സിക്സ്ത് യൂണിറ്റ്, അതായത് ടോപ്പോളജിയുടെ യൂണിറ്റിൽ നിന്ന് 14% ചോദ്യം മാത്രമേ ചോദിച്ചുള്ളൂ. ടോപ്പോളജിയിൽ നിന്ന് പൊതുവെ ചോദ്യങ്ങൾ കുറവായിരിക്കാറുണ്ട് സാധാരണ. പക്ഷേ അപ്രതീക്ഷിതമായ കുറേ ചോദ്യങ്ങൾ ചോദിച്ചത് സെക്കൻഡ് യൂണിറ്റിൽ നിന്നാണ്. റിയൽ അനാലിസിസ്, കോംപ്ലക്സ് അനാലിസിസ് പോലത്തെ ഒരു യൂണിറ്റിൽ നിന്നാണ്. കാരണം നമുക്കറിയാം മറ്റ് വിഷയങ്ങളിലൊക്കെ 120 ചോദ്യങ്ങളുള്ളപ്പോൾ എല്ലാ യൂണിറ്റിൽ നിന്നും 20 ചോദ്യങ്ങൾ എടുത്ത് ചോദിക്കുന്നത് നമുക്ക് ഈസി ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ മാത്സിൻ്റെ പരീക്ഷയ്ക്ക് ആകെ 80 ക്വസ്റ്റ്യനേ ഉള്ളൂ. അറിയാലോ, ആകെ 80 ക്വസ്റ്റ്യനേ ഉള്ളൂ. ഈ 80 ക്വസ്റ്റ്യനെ ഏതൊക്കെ രീതിയിൽ ചോദിക്കുന്ന നമുക്ക് പ്രത്യേകിച്ച് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത്തരം സാധനങ്ങളാണ് സംഭവം നടന്നത്. ഇവിടെ എന്താണ്, സെക്കൻഡ് യൂണിറ്റിൽ നിന്ന് 20% ചോദ്യം, അതായത് ഏകദേശം 16 ചോദ്യങ്ങൾ അവിടെ ചോദിച്ചു. സെക്കൻഡ് യൂണിറ്റിൽ നിന്ന് മാത്രം ചോദിച്ചു. ഇനി കഴിഞ്ഞ ജനുവരിയിലെ ഒരു പാറ്റേൺ നമുക്ക് നോക്കിയാൽ എങ്ങനെയുണ്ടാവും നോക്കിയേ. ഫസ്റ്റ് യൂണിറ്റ് നീല കളർ കാണുന്നത് ഫസ്റ്റ് യൂണിറ്റ് ആണ്. ഫസ്റ്റ് യൂണിറ്റിൽ നിന്ന് 19% ചോദ്യം എവിടെ നിന്ന് ചോദിച്ചത്? ഫസ്റ്റ് യൂണിറ്റിൽ നിന്ന് ചോദിച്ചത്. സെക്കൻഡ് യൂണിറ്റിൽ നിന്ന് 15%, തേർഡ് യൂണിറ്റിൽ നിന്ന് 15% ചോദിച്ചു. ഫോർത്ത് ഫിഫ്ത്തിൽ നിന്ന് 19% ആസ് യൂഷ്വൽ കുറേ ചോദ്യങ്ങളുണ്ടായിരുന്നു. ഫിഫ്ത്ത് സിക്സ്ത്തിൽ നിന്നും ഏകദേശം 16% ചോദ്യമാണ് ചോദിച്ചത്. അതായത് സെക്കൻഡ് യൂണിറ്റിൽ ഏകദേശം വളരെ കുറവ് ചോദ്യങ്ങൾ ചോദിച്ചത് അല്ലേ? സെക്കൻഡ് യൂണിറ്റിൽ വളരെ കുറവ് ചോദ്യങ്ങളാണ് കഴിഞ്ഞ ജനുവരിയിൽ എക്സാമിന് ചോദിച്ചത്. പക്ഷേ ഇത്തവണ വന്നപ്പോൾ ഏകദേശം എത്രയാണ്? 20% ചോദ്യങ്ങൾ, അതായത് ഏകദേശം 16 ചോദ്യങ്ങൾ അവിടെ നിന്ന് ചോദിച്ചു. സെക്കൻഡ് യൂണിറ്റിൽ തന്നെ ചോദിച്ചു. അപ്പോൾ നമ്മൾ ഏകദേശം ഈ 2 വർഷത്തെ ഈ 2 എക്സാംസിനെ ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ നോക്കിയേ. 2025 ഓഗസ്റ്റ് എന്ന് പറയുന്നത് റെഡ് കളറിൽ കാണുന്നതും 2025 ജനുവരി എന്ന് പറയുന്നത് ബ്ലൂ കളറിൽ കാണുന്നതാണ്. നോക്കാം, ഫസ്റ്റ് യൂണിറ്റിൽ നിന്ന് ഏകദേശം 3 ചോദ്യങ്ങൾ കുറവാണ് ചോദിച്ചത് കമ്പയർഡ് ടു ജാനുവരി. സെക്കൻഡ് യൂണിറ്റ് ആണെങ്കിൽ ഏകദേശം 4 ചോദ്യങ്ങൾ കൂടുതൽ ചോദിച്ചു കമ്പയർഡ് ടു ജാനുവരി. തേർഡ് യൂണിറ്റിൽ നിന്നും ഏകദേശം 1 ചോദ്യം മാർക്സ് മാത്രം കൂടിയുള്ളൂ. അപ്പോൾ ഒരുപാട് വ്യത്യാസം വന്നതല്ല തേർഡ് യൂണിറ്റ്. ഫോർത്ത് യൂണിറ്റ് ഫിഫ്ത്ത് യൂണിറ്റ് ഏകദേശം സ്റ്റേഷനറി ആയിട്ട് നടക്കുന്നത്. കാരണം 2 നിന്നും ഏകദേശം എത്ര സെയിം കാണണം ചോദ്യം ചോദിച്ചേക്കുന്നത്. പക്ഷെ ലാസ്റ്റ് യൂണിറ്റ് ഇത് 2 ചോദ്യം കുറവാണ് ചോദിച്ചത്. 2 ചോദ്യം കുറവാണ് ചോദിച്ചത് കമ്പയർഡ് ടു ജാനുവരി. അപ്പോൾ വ്യത്യാസം നോക്കുമ്പോൾ മനസ്സിലാവും എന്താണ്. ഫസ്റ്റ് യൂണിറ്റിൽ നിന്നും ലാസ്റ്റ് യൂണിറ്റിൽ നിന്നും ചോദ്യങ്ങൾ കുറവ് ചോദിച്ചപ്പോൾ സെക്കൻഡ് യൂണിറ്റ് കുറച്ച് കൂടുതൽ ചോദ്യങ്ങൾ എക്സ്ട്രാ ചോദിച്ചു വരും. അപ്പോൾ പ്രതീക്ഷിക്കാം എന്താണ്, ഈ ഒരു 3 യൂണിറ്റുകൾ ഏതൊക്കെയാണ്? ഫസ്റ്റ്, സെക്കൻഡ്, ഫോർത്ത്, ഈ 3 യൂണിറ്റുകളിൽ നിന്നും ജനുവരിയിൽ ഇറക്കുന്ന എക്സാമിന് കൂടുതൽ ചോദ്യങ്ങൾക്ക് പ്രതീക്ഷിക്കാം കമ്പയർഡ് ടു അതർ 3 യൂണിറ്റ്സ്. എന്ന് പറഞ്ഞാൽ അത് മറ്റു 3 യൂണിറ്റ് പഠിക്കരുത് എന്നല്ല. നമുക്ക് ഇത്രയും അധികം ചോദ്യങ്ങൾ ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് കുറച്ച് ഫോക്കസ് കൂടുതൽ കൊടുക്കുക എന്ന് മാത്രമാണ്. മറ്റു യൂണിറ്റുകൾ സ്കിപ്പ് ചെയ്യുക എന്നല്ല ഇതിനർത്ഥം. ചിലപ്പോൾ എങ്ങാനും അബ്സ്ട്രാക്ട് ഓൾജിബ്ര, അതായത് തേർഡ് യൂണിറ്റിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചാലോ അല്ലേ? ചാൻസ് ഉണ്ട്. കാരണം നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല LBSന്റെ കാര്യം. അപ്പോൾ എന്താണ്, ഇത്തരം കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഏത് യൂണിറ്റിൽ നിന്നാണ് കഴിഞ്ഞ 2 പരീക്ഷകളായിട്ട് കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. എപ്പോഴും ഫിക്സ് ആക്കിക്കുക. യൂണിറ്റ് 4 എന്താണ്, അവർക്കൊരു ഇഷ്ടപ്പെട്ട യൂണിറ്റാണ്. അതിന് ഇഷ്ടം പോലെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. കേട്ടല്ലോ? ഇനി സെറ്റ് എക്സാം പഠിച്ചിറങ്ങാത്ത ഒരുപാട് പേര് നമ്മുടെ ഇടയിലുണ്ടാവും അല്ലേ? എന്നാലും ഇത്തവണ സെറ്റ് പോയി. അപ്പോൾ അതിൻ്റെ ഒരു ഡിപ്രഷനിൽ കിടക്കുന്ന ഒരുപാട് പേരുണ്ടാവും. നമ്മൾ വിചാരിച്ച പോലെ എഴുതാൻ പറ്റിയില്ല എന്നൊരു വിഷമത്തിൽ കിടക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ ധാരാളം നിങ്ങൾക്ക് കൂട്ടുകാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടി ഒരു സുവർണ്ണ അവസരമാണ്. സെറ്റ് എക്സാമിൻ്റെ അടുത്ത ജനുവരി നടക്കാൻ പോകുന്ന എക്സാമിൻ്റെ ലോങ് ബാച്ചിൻ്റെ അഡ്മിഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ചേരുന്നതിന് വേണ്ടി ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. ഒപ്പം തന്നെ മറ്റ് ആവശ്യങ്ങൾ അറിയാനായി താഴെ കാണുന്ന
ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു ഗൂഗിൾ ഫോം ഫിൽ ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇവിടുത്തെ ഡീറ്റെയിൽസ് എല്ലാം വരും, നിങ്ങളെ വിളിച്ചറിയിക്കുന്നതായിരിക്കും. സോ ഇനിയും വൈകിട്ടില്ല. എന്താണ്, നമുക്ക് ഈ വരുന്ന ജനുവരിയുടെ സെറ്റ് എക്സാം ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം. ഇപ്പോഴേ പക്കയായിട്ട് പഠിച്ചു തുടങ്ങിയാൽ മതി, നമുക്ക് ഈസി ആയിട്ട് സെറ്റ് ഇവിടെ കയ്യിലെടുക്കാം. കേട്ടല്ലോ. പൊതുവേ ജൂലൈയുടെ സെറ്റ് എക്സാം കുറച്ച് ടഫാണെന്നാണ് ഒരു പരക്കുള്ള ആക്ഷേപം. അത് വെച്ച് നോക്കുമ്പോൾ ജനുവരിയിലെ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ആ ഒരു പ്രതീക്ഷയും ഒരിക്കലും കൈവിടാതെ കൊണ്ടു കിടക്കുക. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. എല്ലാവർക്കും അടുത്ത സെറ്റ് എക്സാം നേടുവാൻ ഞാൻ ആശംസിക്കുന്നു. സോ താങ്ക് യു ഓൾ.